എല്ലില്ലാത്ത ചിക്കൻ എല്ലൊക്കെ മാറ്റിയിട്ട് കഴുകി നീറ്റാക്കി വെച്ചേക്കണ ഒരു 200ഓളം ഗ്രാമുള്ള ചിക്കനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനാവശ്യമായ വെളുത്തുള്ളി ഒരു ചുള, സവാള ഒരു വലിയ സവാള, ഒരു 6 പച്ചമുളക്, അല്പം ഇഞ്ചി, പിന്നെ നമ്മളെ ഇലകളാണ് മുരിങ്ങയുടെ ഇല 2 തണ്ട്, ഒരു 3 പനിക്കൂർക്കയുടെ ഇല, ഒരു 2 തണ്ട് നമ്മുടെ തുളസി ഇല, ആവശ്യത്തിന് വേപ്പര, ഇത്രയും സാധനങ്ങൾ. പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് എടുത്തേക്കുന്നത് ചക്കക്കുരു പൊടിച്ചത്. നമ്മൾ ചക്കക്കുരു നേരത്തെ ഉണക്കി പൊടിച്ച വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചക്കക്കുരു ഉണക്കി പൊടിച്ചിരിക്കുന്നതാണ്. പിന്നെ ആവശ്യമായ മസാലപ്പൊടി നമ്മൾ പൊടിച്ച മസാലയാണ്, അപ്പോൾ എല്ലാം ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് മുളക് പൊടി, അല്പം കുരുമുളക്, പിന്നെ ഒരു മുട്ട. ഇത്ര സാധനങ്ങളാണ്. അസ്മാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിക്കൻ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതെല്ലാം നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് അരച്ച് എടുക്കാം. ചിക്കൻ നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്. അത് ഇനിയൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇലയും മസാലപ്പൊടി, മുളക് പൊടിയൊക്കെ കൂടി, സവാള എല്ലാം കൂടി അരച്ചെടുത്തിട്ടുണ്ട്. മുട്ട ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബബിൾസ് സ്റ്റിക്ക് വെച്ചാണ്. ഇതുപോലത്തെ സ്റ്റിക്ക് ഇത് നമ്മൾ പല്ലുത്തിയകാർ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഡപ്പിയിൽ വാങ്ങാൻ കിട്ടും. പിന്നെ ഈ സ്റ്റിക്കും വാങ്ങാൻ കിട്ടും. ചിക്കൻ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇലകളും മസാലപ്പൊടി, സവാള, ഇഞ്ചി, പച്ചമുളകൊക്കെ അരച്ച് അത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നമുക്ക് മിക്സ് ചെയ്യാം. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കാണിക്കാം. നന്നായിട്ട് കുഴച്ച് എല്ലാം മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ സ്റ്റിക്കിൽ വെച്ച് നമുക്ക് ഉരുട്ടി വെച്ച് കൊടുത്ത് സ്റ്റിക്ക് എടുത്തിട്ട് സ്റ്റിക്കുമോട്ട് കുറച്ചെടുത്തത് ഇങ്ങനെ പരത്തി വെച്ച് ഇത് മിക്സ് ചെയ്തപ്പോൾ ഇതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടാണ് ചിക്കൻ വേവിച്ചത്. എന്നിട്ട് ചിക്കൻ പൊടിച്ചു, എല്ലാ മസാലകളും പൊടിച്ചു ചേർത്ത് ഒരുമിച്ച് മിക്സ് ചെയ്തു. ഇനി ഇത് നമുക്ക് ചെറിയൊരു ബൗളായിട്ട് എടുത്തിട്ട് ഈ സ്റ്റിക്കിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കണം. ഇതേ മോഡലിൽ സ്റ്റിക്കിലാണ് ഇതിപ്പോൾ ചെയ്തേക്കുന്നത്. ഇതേപോലെ സ്റ്റിക്കിൽ കുറച്ചെടുത്തൊന്ന് ശരിയാക്കിയാൽ മതി. പിന്നെ ഇതിലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടി വെച്ച് ചെറുതായിട്ട് ഈ മുട്ടയിലൊന്ന് ചെറുതായിട്ടൊന്ന് മുക്കിയിട്ട് ഇത് നമ്മൾ ചക്കക്കുരു പൊടിച്ച് വെച്ചേക്കുന്നതാണ്. ഇത് മുക്കിയാണ് നമ്മൾ വറക്കണം. വെറൈറ്റിയാണ്. കിടിലൻ നമ്മൾ പനിക്കൂർക്ക ചിക്കൻ കബാബാണ് ഉണ്ടാക്കുന്നത്. സ്റ്റിക്കിൽ എല്ലാനും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുട്ട നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് ചക്കക്കുരു പൊടിച്ച് വെച്ചേക്കുന്നതിലേക്ക് അസ്വച്ചിയുടെ ബ്ലോഗിലെ സ്വാഗതം. അസ്വച്ചി ഉണ്ടാക്കുന്ന സൂപ്പർ ഡിഷാണ്. നമ്മള് കഴിച്ചു നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഗായ്സ്. അപ്പൊ നമ്മൾക്ക് കഴിച്ചു നോക്കാൻ പൊരിച്ചെടുക്കാം ഫസ്റ്റ്.
ചിക്കൻ പനിക്കൂർക്ക സ്റ്റിക്ക് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം ചട്ടി വെച്ച്. ഇത് നമുക്കിനി വറുത്തെടുക്കാം. ചട്ടി വെച്ചു, നമുക്ക് ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ പനിക്കൂർക്ക സ്റ്റിക്കാണ് അസ്വച്ച് ഉണ്ടാക്കാൻ പോണേ ഗൈസ്. അസ്വച്ചിയുടെ ബ്ലോഗിൽ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇതും നല്ലോണം പാകമായിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. ഞാൻ ഇന്നൊരു കിടിലൻ ചിക്കനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പനിക്കൂർക്ക ചിക്കൻ സ്റ്റിക്കാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളിയായി, നല്ല വെറൈറ്റിയാണ്. നല്ല ചക്കക്കുരുവിൻ്റെ പൊടിയൊക്കെ വെച്ചും വെറൈറ്റി, നല്ല നമ്മുടെ തുളസിയില എല്ലാം ചേർത്ത് വെറൈറ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അസ്വച്ചിന്റെ ബ്ലോഗിൽ സ്വാഗതം. എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടിപൊളി. ഓക്കെ, ബൈ.